എപ്പോഴും വിചാരിക്കാറുണ്ട് പൊങ്കലിടുന്ന ആ സമയത്ത് ഒന്ന് ഇംഗ്ലീഷ് ഫുഡ് കഴിഞ്ഞ് നാട്ടിലായിരിക്കും, പിന്നെ ടി വിയിൽ കാണാറേ ഉള്ളൂ. ഇതുവരെ ഇടാൻ പറ്റിയില്ല, സാന്ത്വന ടൈമിൽ ഇടാൻ പറ്റില്ല. എനിക്ക് ഷൂട്ടിന് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇടാൻ പറ്റി. വ്രതമൊക്കെ എടുത്ത് 7 ദിവസം വ്രതമൊക്കെ എടുത്ത്. പക്ഷെ ഇതിനിടയിൽ എനിക്ക് പനിയൊക്കെ ആയിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നു, കൗണ്ടൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറച്ച് ബെറ്റർ ആയപ്പോൾ എന്തായാലും വ്രതം എടുത്താണ്. അപ്പോൾ എന്തായാലും പൊങ്കാല ഇടണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും ഇടാതെ വൈകിയെങ്കിലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് പറ്റി, കാരണം ബെറ്ററായി, ഹെൽത്ത് ബെറ്ററായി. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര, ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫീൽ അറിയുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇടുമ്പോഴാണ് അതിൻ്റെ ഫീൽ മനസ്സിലാകുന്നത്. നമ്മൾ ടി വിയിലൂടെ കാണാറുണ്ട്, പിന്നെ നമ്മൾക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആ സമയത്ത് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു ആഘോഷം, ആ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല. സ്ഥലം കോഴിക്കോടാണ്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, മോർണിംഗ് വരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഭയങ്കര ബെറ്ററായി. ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല, ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പം എനിക്ക് തോന്നുന്നു അമ്മയുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്ക്, കാരണം ഇന്നലെ വരെ കൗണ്ട് കുറവായിരുന്നു ഫീവറായിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റി, ഇന്ന് രാവിലെ വരെ പറ്റില്ലായിരുന്നു. ഇട്ടതിന് ശേഷം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയി. ഓ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം, എല്ലാം കൊണ്ട് സാഹചര്യം ഒത്തു വന്ന് തീർച്ചയായിട്ടും ഇടും. കാരണം ഇവിടെ നമ്മൾ ഒരു തവണ ഇടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇടാൻ തോന്നുന്നത്. ആ ഒരു ഫീൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ധീര എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദൂരദർശന്റെ, അപ്പോൾ അത് ഒരു ഫീമെയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിന്റെ ലീഡായിട്ട്. അപ്പോൾ അതിന്റെ ഷൂട്ടിങ് 5 days കൂടെ ഉണ്ട് ബാലൻസ്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം അത് കമ്മിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ആറ്റുകാല പൊങ്കലിടാൻ പറ്റിയത്. അതെ അതെ, സന്തോഷം. കാരണം ഞാൻ ഇത്രയും വ്രതം എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ഫീവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇടാൻ പറ്റിയില്ലെങ്കിലോ, കാരണം കൗണ്ട് കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ റിസ്ക് എടുക്കേണ്ട, ബെറ്റർ ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഞാൻ എന്നാലും നോക്കാമെന്ന് പറഞ്ഞ് വ്രതം മുടക്കാതെ ഇങ്ങനെ. പക്ഷെ ഇന്ന് എനിക്കത് ഇടാൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ സാധിച്ചു. ഭയങ്കര സന്തോഷം. പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരുന്നു കമ്മിറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ നല്ല പ്രൊജക്റ്റ്, നല്ല ക്യാരക്ടർ, എപ്പോഴും ഒരേപോലെ ചെയ്യാത്ത ക്യാരക്ടർ. അപ്പോൾ ഇതും ഒരു ഇതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ധീരയില് ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. കാരണം അതിൽ മെയിൻ ലീഡ് എന്ന് പറയുന്ന ആ ഒരു നമുക്ക് ചെയ്യാനുണ്ട്, നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ്. സിനിമയിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ആയോ? വന്നിട്ടുണ്ട്. ഞാനത് ഒഫീഷ്യലായിട്ട് പറയാത്തതിൻ്റെ കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മളത് ഷൂട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് പബ്ലിക്കിൻ്റെ അടുത്ത് റിവീൽ ചെയ്യാൻ പറ്റൂ. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ മാറുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ വന്നിട്ടുണ്ട്, അതിന് വെയിറ്റിംഗ് ആണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഓക്കെ ആവട്ടെ, അത് നല്ല നടക്കട്ടെ. ഇപ്പം ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആയിട്ട് ദൂരദർശനിലാണല്ലേ? 30 എപ്പിസോഡ് വെബ് സീരീസ് ആണ്. 30 എപ്പിസോഡേ ഉള്ളൂ. ആ ഒരു കഥ എങ്ങനെയാണ്, എല്ലാം ഒരു ഡീറക്റ്റ് 30 എപ്പിസോഡാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ കൂടെ ചെയ്യുന്നതൊക്കെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കൂടെ അമ്മയും ശ്രീകല ചേച്ചി ഇവരെല്ലാവരും ഉണ്ട്. ദിനേശ് പണിക്കർ ചേട്ടല്ലേ, ദിനേശ് ചേട്ടൻ, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ല കാസ്റ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു.